ഹലോ ഗൈസ്, ഇന്നോട്ട് നമ്മൾ കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് കിങ് ഓഫ് ടിയേഴ്സ്. ഈ ഡ്രാമയ്ക്ക് വേണ്ടി കുറെ പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കമന്റ് സെക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ വെയിറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ഇടുക. എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം സംസാരിക്കാം. ഇപ്പം നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം. കഥയുടെ തുടക്കം തന്നെ ഹീറോയിനെയും എൻട്രി എടുക്കുന്ന കൂട്ട കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ പേര് ബെക്കി ഇൻവു, പിന്നെ ഹീറോയിന്റെ പേര് ഹെയിൻ. നമ്മുടെ ഇൻവു ആണ് ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യന. അങ്ങനെ അവന്റെ ലക്കാന്നും പറയാം, അൺലക്കാന്നും പറയാം. കൊറിയയിൽ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആയ പെങ്കൊച്ചിനെ തന്നെ അവൻ കല്യാണം കഴിച്ച്. അങ്ങനെ അതാണ് നമ്മുടെ ഹീറോയിൻ ഹെയിൻ. അങ്ങനെ ഇവരുടെ മാരേജ് ലൈഫിനെ കുറിച്ച് ഇപ്പൊ എൻട്രി എടുത്തോണ്ടിരിക്കുന്നത്. കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞ് 3 വർഷമായാലും ഏതോ ഇന്നലെ നടന്ന പോലെ ഇവൻ ഇവിടെ ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് അളിയൻ കുറെ ഇമോഷണൽ ആകും. കാരണം അത്രമാത്രം കാര്യങ്ങള് ഈ 3 വർഷത്തെ അവൻ ഫേസ് ചെയ്ത്. അവൻ താമസിക്കുന്ന എല്ലാരെ പോലെയും അവന്റെ സ്വന്തം വീട്ടിലല്ല, അവന്റെ ഭാര്യയുടെ വീട്ടില. കാരണം അവളുടെ ഫാമിലിയാണ് റിച്ച്, ഇവനൊരു പാവപ്പെട്ട പയ്യൻ. ഇവളെയും വിളിച്ചോണ്ട് അവിടേക്ക് ചെന്ന പിന്നെ അവളുടെ ഫാമിലിക്ക് അതൊരു നാണക്കേടാ. അവളുടെ ചെറുക്കൻ ഇവിടെ തന്നെ പിടിച്ചിരുത്തിയേക്കുന്നത്. അങ്ങനെ നാട്ടുകാരൊക്കെ പറയാറുണ്ട് ഇവൻ അവളെ കല്യാണം കഴിക്കാൻ കാരണം അവളുടെ ഫാമിലി റിച്ച് ആയതുകൊണ്ടാന്ന്. അങ്ങനെ ഇതൊക്കെ ഹെയിന്റെ ചെവി ഒന്ന് വീഴുമ്പോഴാണ് അവൾ അതിനുള്ള മറുപടിയായിട്ട് ആ ഇന്റർവ്യൂക്കാരോടൊക്കെ പറയും, സത്യത്തിൽ അവൻ വീണത് ഇവളുടെ പൈസയെ കൊണ്ടൊന്നല്ല, അവളുടെ സൗന്ദര്യമായിട്ടുള്ള ഫേസിനെ കണ്ടാന്ന്. അങ്ങനെ ഇത് പറഞ്ഞോടെ അവിടുത്തെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ചെറിയായിട്ട് സ്മൈൽ ചെയ്യുമ്പോൾ ഇവന്മാർക്കൊക്കെ അത്ര ധൈര്യം എന്ന് പറഞ്ഞ് ഇവളൊരു ചെറിയ ലുക്ക് കൊടുക്കും. അതോടെ അവരെല്ലാരും കൂടെ പേടിച്ചു പോകും. അങ്ങനെ ഇവിടെ ഇവനോട് ലൈഫിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴാണ് ഞങ്ങളുടെ മാരേജ് ലൈഫ് അടിപൊളിയാന്ന് അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ രാവിലെ എഴുന്നേക്കുന്ന തന്നെ അവന്റെ വൈഫിന്റെ ഫേസ് കണ്ടട്ട. അങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും ഒരുമിച്ച് കമ്പനി പോകുന്നതും അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കുറെ കാര്യങ്ങൾ ഇവൻ തള്ളിക്കൊണ്ടിരിക്കും. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. സത്യം പറഞ്ഞ ഇവന്റെ കൂടെ അല്ല അവൾ കിടക്കുന്നത്. പിന്നെ കഴിക്കുന്ന സമയത്തായാലും ഇവർ തമ്മിൽ കുറെ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവനും എന്തായാലും ഇത്രയൊക്കെ തള്ളു വേണമെന്ന് അവന് തന്നെ നാണക്കേടാവും. പക്ഷെ സത്യമൊക്കെ പറഞ്ഞ അവളുടെ ഫാമിലി ഇവനെ ചുമ്മാ വിടത്തില്ലെന്നറിയാം. അതുകൊണ്ട് അതെല്ലാം കൺട്രോൾ ചെയ്തോണ്ട് ഇവരുടെ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടിന്ന നമുക്കിപ്പോ കാണിക്കുന്ന ഹെയിനാണ് 5 വർഷം വിദേശത്ത് നിന്ന് പഠിച്ചിട്ട് അവളുടെ അച്ഛന്റെ കമ്പനി ഇന്റേൺഷിപ്പ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല അവരുടെ ബോസിന്റെ മകളാ ഇവളെന്ന്. അങ്ങനെ അവള് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി ആ മെഷീനെ പിടിച്ച് ചീത്തയാക്കുമ്പോഴാണ് ഇത് കണ്ട് ഇവനും ആ മെഷീനെല്ലാം കുഴപ്പം പറ്റുമെന്ന് അറിഞ്ഞ് അവളെ സഹായിച്ചാണ്. പക്ഷെ അവളെ തെറ്റിയിരിച്ചിട്ട് അവനെന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാ എന്റെ സൗന്ദര്യത്തിൽ വീണുപോയി അന്ന് സഹായിക്കാൻ വന്നേന്ന് ഇവള് റിപ്പോർട്ടേഴ്സിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ സത്യത്തിൽ അവൾക്കൊന്നും അറിയാത്തോണ്ട് ഇവൻ അവളെ സഹായിച്ചായിരിക്കും. അങ്ങനെ ഓരോ ദിവസം അവനങ്ങനെ സഹായിക്കും തോറും അവനറിയാതെ തന്നെ അവളോട് പ്രണയത്തിലാകും. എന്നാൽ ആ കമ്പനി ഉള്ളവരൊക്കെ ഇവളെ ജോലിന്ന് പുറത്താക്കുമെന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് അവനും ടെൻഷനായി ഇവളെ ജോലിന്ന് പുറത്താക്കുന്നുള്ള ചർച്ചയൊക്കെ അവൻ അവളോട് എടുത്തു പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ ഇവൾക്കാണ് ഒരു പേടിയില്ല, കാരണം ഇത് ഇവളുടെ കമ്പനിയാ. അതുകൊണ്ട് അവളിങ്ങനെ കൂളായിട്ടിരിക്കുമ്പോഴാണ് ഇവളോട് വഴക്ക് കേൾക്കുന്നത് കേട്ടിട്ട് അവന് കൂടുതൽ ടെൻഷൻ ആവാന്ന് പറയും. അങ്ങനെ ഓരോ ദിവസവും ഇവളെ കുറിച്ച് വിഷമിക്കുമെന്നൊക്കെ അവനിങ്ങനെ തുറന്നറിയുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് പിടിയിട്ടും ചെറുക്കനിപ്പോ ലവ് ആയെന്ന്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇവള് ജോലിന്ന് പുറത്തായി അവനിതിന് ടെൻഷൻ ആവുന്നേന്ന് അവനോട് തന്നെ ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് അവനൊന്നും ഉത്തരം പറയാതെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇതിനുള്ള ഉത്തരം നീ തന്നെ മനസ്സിലാക്കുന്ന അവള് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം വർക്ക് കഴിഞ്ഞിട്ട് ഇവന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഇവളും ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് അവൻ വന്നിട്ട് മഴയത്ത് നനയാണ്ടെന്ന് പറഞ്ഞ് അവളുടെ കുട എടുക്കും. പക്ഷെ അവളാണ് ഇത് വാങ്ങിക്കത്തില്ല, കാരണം ഇവള് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഡ്രൈവറൊക്കെ ഉണ്ട്. ഇതൊന്നറിയാതെ അവനും ഇവൾ അവനെ പോലെ പാവപ്പെട്ടവളാന്ന് അറിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പ്രൊപ്പോസ് ചെയ്യും. ഹെയ്ന, ഞാൻ പറയുന്നൊന്ന് കേൾക്കാവോ? ഞാൻ ഇതിനെ കുറിച്ച് മുമ്പ് നിന്നോടൊന്നും പറയാത്ത ഇതിനെ അൺകംഫർട്ടബിൾ ആക്കണ്ടെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ സിയോളിലെ ഒരു ഫേമസ് ആയ യൂണിവേഴ്സിറ്റിയിലെ പഠിച്ചിറങ്ങിയ, പിന്നെ അത്യാവശ്യം ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഫാമിലിയെ കുറിച്ച് പറയാണ്, ഞങ്ങളൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ അവിടെ ഞങ്ങൾ അത്യാവശ്യം ഫേമസ് ഒക്കെയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു 30 പശുവൊക്കെ കാണും. ഇപ്പൊ 5 എണ്ണം കണ്ട് പ്രസവിക്കാൻ പോവുക. പിന്നെ എണ്ണങ്ങൾ അങ്ങനെ കൂടിക്കൂടി വരും. അതുകൊണ്ട് പൈസയെ കുറിച്ചൊന്നും വിഷമിക്കണ്ട. പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. 2 വർഷത്തിനുള്ള പൈസ ഞാൻ നേരത്തെ കൊടുത്തേക്കുക. അതുകൊണ്ട് വലിയ കടത്തിലൊന്നുമല്ല ഞാൻ. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്റെ കുറെ പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാ. അതിനർത്ഥം നിനക്ക് ജോലി കിട്ടില്ലെങ്കിൽ സീനില്ല, നിന്നെ ഞാൻ സന്തോഷമായിട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം ഏതിന് ഇവനും പറയുന്നിട്ട് അവള് ഷോക്കായിരിക്കും. പക്ഷെ അവനാണ് സംസാരം നിർത്തത്തേ ഇല്ല. സത്യം പറഞ്ഞ ഒരു ജോലി എന്ന പെൺകുട്ടിയെ തന്നെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ നീ ആയതുകൊണ്ട് ഞാൻ ആ ഓപ്ഷൻ അങ്ങ് എടുത്തു കളഞ്ഞു. കാരണം എനിക്ക് നിന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട്. നീ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും എനിക്കൊരു സീനും ഇല്ല. ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് നീ കുറെ ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നിന്നെ ഇഷ്ടം, അത്രേ ഉള്ളു. നീ എന്താ പറയുന്നത്? ഏതിന് അവനും ചോദിക്കുമ്പോൾ അവൾ എന്തോ പറയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇത് മനസ്സിലാക്കി അവനും ഓക്കെ, ഇപ്പൊ എന്നോട് മറുപടി പറയണമെന്നില്ല, നീ എത്ര വേണമെങ്കിൽ സമയം എടുത്തോ, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. പിന്നെ ഈ മഴയൊന്നും നിൽക്കും തോന്നില്ല, ഈ കുട വെച്ച് ഞാൻ ഇവിടെ നിന്ന് പോവാം. ഏതിന് അവൻ അവൾക്ക് വേണ്ടി ആ മഴത്ത് നനഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അപ്പൊ ഞാൻ ഇത് കണ്ട അവളും എടാ, പക്ഷെ എനിക്ക് കുടയുടെ ആവശ്യമൊന്നുമില്ല, എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഡ്രൈവർ വന്നു. ഏതിന് അവൾ അവൻ തന്ന കുടയെ നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ആ ഒരു ദിവസത്തോടെ ഇവരുടെ ലവ്
സംഭവം സെറ്റായി. അങ്ങനെ അതൊക്കെ തുറന്നു പറഞ്ഞ് ഇവിടെ ഹെയിന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള കുറച്ചുപേരൊക്കെ സപ്പോർട്ടിന് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് മറ്റേ റിപ്പോർട്ടേഴ്സും വീണ്ടും ചിരിച്ച് പ്രശ്നത്തെ ആക്കല്ലേ എന്ന് പറഞ്ഞ് അവരെ സൈലന്റ് ആക്കും. അതിനുശേഷം വീണ്ടും അവള് കഥ പറയാൻ തുടങ്ങും. അങ്ങനെ അവള് റിച്ചാന്ന് അറിഞ്ഞ ഉടനെ അവൻ അപ്പൊ തന്നെ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ആയി അങ്ങ് പോകും. അതിനുശേഷം ഒരു ദിവസം അവനെ കാണാൻ വേണ്ടി അവള് ആ ഗ്രാമത്തിൽ ഹെലികോപ്റ്ററും കൊണ്ടുവന്നിറങ്ങും. ഇതും കണ്ട് അവന് മൊത്തം ഷോക്കായിരിക്കുമ്പോഴാണ് എന്നെ ഇവിടെ തന്നെ നിർത്താൻ പോവാണെന്ന് അവൾ അവിടെ നിലവിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളെ കണ്ടതോടെ അവന്റെ ഫീലിങ്സ് എല്ലാം തുറന്ന് ഓടിച്ചെന്ന് അവളെ ഹഗ് ചെയ്യും. അങ്ങനെ ഇൻവു ഇവൾ റിച്ചാന്ന് അറിഞ്ഞിട്ടും അവൾ ഇഷ്ടമുള്ള കാരണം കൊണ്ട് മാത്രം അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനം എടുക്കും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഇവനും അന്ന് അവളെ കാണാൻ ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ടായിരുന്നെന്ന് റിപ്പോർട്ടേഴ്സിനോടൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് റിപ്പോർട്ടേഴ്സും അവരുടെ പരിപാടി അങ്ങ് തുടങ്ങും. അപ്പൊ സാർ, ഇപ്പൊ നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ ഏഞ്ചലായിട്ട് തോന്നുന്നില്ല എന്നിട്ട് ഇവരൊരു ചോദ്യം ചോദിച്ചോടെ അവന് നല്ല ടെൻഷനാകും. ഓ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അന്നും ഇന്നും എല്ലാ സമയത്തും അവൾ എനിക്ക് ഏഞ്ചൽ തന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറില്ല ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത്, ഞാനൊരു ലക്കി മാനാ, ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്നിട്ട് അവന് വീണ്ടും കള്ളം പറഞ്ഞോണ്ടിരിക്കും. കാരണം കുറച്ച് സമയം മുമ്പ് അവന്റെ കൂട്ടുകാരനോട് ഇവളെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചത്. അങ്ങനെ അവനാണ് ചുമ്മാ ഇരിക്കാതെ അവന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും പാട്ടാക്കി അങ്ങോട്ടും. പക്ഷെ ഇവന്റെ ലോയർ ആകാൻ വേണ്ടി അവരാരും തന്നെ സമ്മതിക്കത്തില്ല. കാരണം എതിർത്ത് നിൽക്കുന്നത് കുറെ അല്ല റിച്ചസ്റ്റ് ആയ ഫാമിലിയാണ്. അതുകൊണ്ട് അവരെല്ലാം പേടിച്ച് പിന്മാറും. പ്രധാനമായിട്ട് അവന്റെ കൂട്ടുകാരൻ തന്നെ ഒഴിഞ്ഞു മാറും. അവന് കുറെ കേസ് ഉള്ളതുകൊണ്ട് ഇവന്റെ കേസ് നോക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ഇവരൊക്കെ പേടിക്കാൻ കാരണമൊന്നുമല്ല, ഒരേ ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുത്താലും പിന്നെ ഇവരുടെ ജോലി നഷ്ടമാകും. കാരണം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ, അവർക്ക് അത്രയ്ക്കും പവർ ഉണ്ട്. അങ്ങനെ ഇവരെല്ലാം അവന്റെ കൂട്ടുകാരനോട് ഇത്ര ലക്കി ആയിട്ടുള്ള അവൻ എന്തിനാ ആ പെങ്കൊച്ചിനെ ഡിവോഴ്സ് ചെയ്യാൻ ആലോചിക്കുന്നതെന്ന് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവൻ ഒറ്റൊരു വാക്കി അവളെ പറയും, ആ പെങ്കൊച്ച് ഒരു വട്ട് കേസാണ്. അങ്ങനെ ഫാമിലി ബിസിനസ് ഇവളുടെ കൺട്രോളിൽ ഉള്ളത് ഒരു മികച്ച ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാ. അതിന് പേര് ക്വിൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. അങ്ങനെ ഇവൾക്ക് എനിമീസ് ആയിട്ട് കുറെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് ഉണ്ട്. അതിൽ റോയൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു കമ്പനി 1 ട്രില്യൺ പൈസ പ്രോഫിറ്റ് അടിച്ചെന്ന് പറയും. പക്ഷെ ഇവര് 800 ബില്യൺ ആയതേ ഉള്ളു. അതുകൊണ്ട് അവരെക്കാളും കുറവെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവള് സെക്രട്ടറിയോട് ഇവിടുത്തെ ഏതൊക്കെ ബ്രാൻഡ്സ് ആണ് കട വെച്ച് പൈസ ലാഭിച്ചെടുക്കാത്ത അവരൊക്കെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പറയും. അങ്ങനെ അതിനൊരു മീറ്റിംഗ് വെച്ച് ഏതൊക്കെ കടകളാണ് നല്ലോണം സെയിൽസ് ആവാത്ത ആ കടയെല്ലാം എടുത്തു കളയാൻ വേണ്ടി പ്ലാൻ ചെയ്യും. പക്ഷെ ഇവളുടെ ബോർഡ് മെമ്പേഴ്സ് ആണ് അതിന് ഇവളുടെ ഭർത്താവായ യുൻവു സമ്മതം തന്നില്ലെന്ന് പറയും. ഇത് കേട്ടതോടെ ഇവൾക്ക് ദേഷ്യം വരും. ബോസായ ഞാൻ തീരുമാനം എടുക്കാതെ അവൻ തീരുമാനം എടുക്കുന്നുവെന്ന്. അങ്ങനെ അവൻ ഇവളെ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവള് വിളിച്ച് ഒറ്റ കാരണം കൊണ്ട് അവൻ ആ മീറ്റിംഗ് കളയേണ്ടി വരും. അതുകൊണ്ട് അവൻ ആ ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്ത് ഇവളെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവളും ചോദിക്കും എന്തുകൊണ്ടാ ആ കടക്കാരൊക്കെ പറഞ്ഞു വിടുന്നതിന് ഇവൻ എതിർക്കുന്നതെന്ന്. അപ്പോഴാണ് അവനും ആ കടയൊക്കെ കുറെ വർഷമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഉള്ളതുകൊണ്ട് അവരുടെ ജീവിതം തന്നെ ഇതാന്ന് അറിയും. അതുമല്ലാതെ അവരെയൊക്കെ പറഞ്ഞയക്കുവാണ് പിന്നീട് അവരെല്ലാം കേസിട്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് ചീത്ത പേരാവെന്ന് അവൻ പറയുമ്പോഴാണ് ഇത് കേട്ടതോടെ അവളും ദേഷ്യത്തി നിന്നോടൊക്കെ ആരാൾ അഡ്വൈസ് ചോദിച്ചെന്ന് പറഞ്ഞ് അവൻ എതിർത്ത് സംസാരിക്കും. അങ്ങനെ അതോടെ അവന് നാണക്കേടാവും. കാരണം ഭർത്താവായാലും ഇവന് വലിയ വിലയൊന്നും കൊടുക്കത്തില്ല. അങ്ങനെ അവസാനം അവളും ഞാൻ പറഞ്ഞ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ആ കടകളൊക്കെ പറഞ്ഞുവിടാൻ വേണ്ടി പറയും. അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഇവന് ലിഫ്റ്റിൽ പോകുമ്പോഴാണ് അവിടേക്ക് അവളും വന്നിട്ട് ഇവനോട് ചൂടാകും. കാരണം ഇവള് പുറത്താക്കാൻ പോകുന്ന കടയിൽ ഓണറിനോടൊക്കെ ഇവ മുമ്പേ തന്നെ അവരൊക്കെ പുറത്താക്കാൻ പോകുമെന്ന് വാൺ ചെയ്ത് കാണും. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് അവള് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് മറ്റുള്ളവര് ഭാര്യയും ഭർത്താവും തമ്മിൽ അധികം ഒന്നും മിണ്ടത്തില്ലെന്നൊക്കെ പറയുന്നു പറയും. അപ്പോഴാണ് ഇത് കേട്ട ഉടനെ അവനും പറയുന്നേട്ട ഇപ്പൊ ഞാനും നീയും ഭാര്യ ഭർത്താവിനെ പോലെ ക്ലോസ് ആണല്ലോന്ന് അവനൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് അവളങ്ങ് സൈലന്റ് ആകും. അതിനുശേഷം അവനും അത്യാവശ്യ കാര്യമായിട്ട് കുറച്ച് കഴിഞ്ഞ് അവൻ പറയുന്ന സ്ഥലത്തേക്ക് അവൾ വരാൻ പറയും. അങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് കുറെ സമയമായിട്ടും ഇവൻ അവൾക്ക് വേണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അവസാനം വരെ അവൾ വരുത്തില്ല, രാത്രിയാകത്തേ ഉള്ളു. അതുകൊണ്ട് അവൻ ഇനി വരണ്ടെന്ന് പറഞ്ഞ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇരുന്ന, അതായത് ഇവരുടെ ഡിവോഴ്സ്. പക്ഷെ അവൾ അവസാനം വരെ വരാത്തോണ്ട് ഇവന് ഡിവോഴ്സിന് വേണ്ടി റെഡിയാകും. അങ്ങനെ അതിനുള്ള കോൺട്രാക്ട് ഒക്കെ എടുത്ത് വയ്ക്കുമ്പോഴാണ് ഇവൻ അയച്ച മെസ്സേജ് ഒന്നും കാണാതെ അവൾ ഒറ്റൊരു മെസ്സേജ് അയച്ചേക്കും, ഇപ്പൊ ഫാമിലി മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ. അങ്ങനെ ഇവൻ അയച്ച ഒരു മെസ്സേജിന് റിപ്ലൈ അയക്കാത്തണ്ട് അവന് സങ്കടമാകും. കാരണം ഇത്ര സമയം അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന, പക്ഷെ അതിനെ കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. അവൾക്ക് പ്രധാനം അവളുടെ ഫാമിലിയിലെ മീറ്റിംഗ്. അങ്ങനെ ഇവൻ അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ഉള്ളവരെല്ലാരും കൂടെ ബിസിനസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. ഇവനെ കണ്ടിട്ട് അവളുടെ അമ്മയാണ് ഇത്ര ലേറ്റ് ആയിട്ടാണോ വരുന്നതെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയും. ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല, കാരണം അതൊക്കെ ശീലമായി പോയി. അതിനുശേഷം അവളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഇൻവോനെ ഹെയിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. കാരണം ഇവർ തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ലെന്ന് നാട്ടുകാർക്ക് മൊത്തം പാട്ടായി. അത് ഇവർ കമ്പനി വെച്ച് സംസാരിക്കുന്ന രീതി കണ്ടാൽ തന്നെ മനസ്സിലാകും. അങ്ങനെ അതുകൊണ്ട് അതൊക്കെ മാറണമെങ്കിൽ ഇവർ സന്തോഷമായിട്ട് ജീവിക്കുവാന്ന് പുറത്ത് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കണം. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് കണ്ട. അതിലും പ്രധാനമായിട്ട് ഇവർ തമ്മിൽ ഒരു കൊച്ചുണ്ടെങ്കിൽ മാത്രമേ പിന്നെ എല്ലാവർക്കും വിശ്വാസം വരത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അവളുടെ പാരന്റ്സും കൊച്ചു ജനിച്ചതിന് ശേഷം ഇവൻ MBA പഠിക്കാൻ വേണ്ടി 2 വർഷം വിദേശത്ത് പോകണമെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ടതോടെ അവനും ദേശത്തി അവന് വിദേശത്ത് പോയി പഠിക്കാനും താല്പര്യമില്ലെന്ന് പറയും. പക്ഷെ അവരാണ് പറഞ്ഞ മാത്രമോ കേട്ടാ മതിയെന്ന് അവനെ അങ്ങ് മിണ്ടാതാക്കും. ഇതിലും മെയിൻ ആയിട്ട് അവളുടെ അച്ഛനാണ് എനിക്ക് സൂബിനെ കാണണമെന്ന് പറയുമ്പോഴാണ് ഇവനാണ് ഒന്നും മനസ്സിലാവുന്നില്ല. സൂബിൻ എന്നൊരാൾ ഇതുവരെ അവൻ കേട്ടിട്ടുമില്ല. അങ്ങനെ അതാരാന്ന് പറഞ്ഞ് അവരോട് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛനും പറയും സൂബിൻ ഇവർക്ക് ജനിക്കാൻ വന്ന കൊച്ചിന്റെ പേരാണ്.
കാരണം ആ കൊച്ചിന്റെ പേര് പോലും അവരുടെ ഫാമിലി എന്നാണ് എടുത്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് അവന് ദേഷ്യം വന്നിട്ട് സ്വന്തം അച്ഛന്റെ പേരല്ലേ കൂടെ ചേർക്കുന്നതെന്ന് അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഒരു വെറൈറ്റിക്ക് ഇപ്പം അമ്മയുടെ പേര് ഇട്ടാ മതിയെന്ന് അവര് വീണ്ടും അവനെ സൈലന്റ് ആക്കും. അപ്പോഴാണ് അവളുടെ അനിയനാണ് പിന്നെന്തിനാ അച്ഛ എന്റെ കൊച്ചിന് മാത്രം എന്റെ പേര് കൂടെ ചേർത്തെന്ന് അവന്റെ അച്ഛനോട് ചോദ്യം ചെയ്യും. അതിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോണ്ട് അനിയൻ ഒരു നല്ല കുട്ടിയാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇൻവു അവനെക്കാളും മൂത്തതാണെങ്കിലും എടാ പോടാന്നൊക്കെ വിളിക്കത്തുള്ളു. അങ്ങനെ അവന്റെ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുണ്ട്, അത് ഇവനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറയും. അത് വലിയ മര്യാദയൊന്നും ഇല്ലാതെ പറയുന്നത്. അപ്പോഴാണ് അവനും അതൊക്കെ അവന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറയുമ്പോഴാണ് ഇത് കേട്ട് അവളുടെ അമ്മയാണ് തന്റെ മോൻ പറയുന്നത് കേട്ട് അതങ്ങ് ചെയ്താൽ മതിയെന്ന് ഇവനോട് ദേഷ്യപ്പെടും. അങ്ങനെ ഇതിൽ തന്നെ മനസ്സിലാകും ഇവന്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ല. അങ്ങനെ ഇവരൊക്കെ സംസാരിക്കുന്നേട്ട് സ്വന്തം ഭാര്യയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവള് മിണ്ടാതെ അവിടെ നിന്ന് ചായ അടിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവൾ അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവനും പെട്ടെന്ന് അവളെ തടഞ്ഞിട്ട് അവര് പറഞ്ഞ പോലെ പ്രഗ്നന്റ് ആവാൻ ഇവൾ തയ്യാറാണെന്ന് ചോദിക്കും. പക്ഷെ അവൾക്കാണ് ബിസിനസ് ആണ് വലുത്. അതുകൊണ്ട് അവളുടെ പാരന്റ്സ് പറഞ്ഞ പോലെ കൊച്ചു ജനിച്ച ഉടനെ ഇവന് വിദേശത്ത് ചെന്ന് MBA പഠിക്കാൻ വേണ്ടി പറയും. അതോടെ അവനും ഇവൾക്ക് അങ്ങനെ ചെയ്യുന്നത് സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ സമയം അവൾക്കൊരു ഫോൺ കോൾ വരും. അങ്ങനെ ഇവ സംസാരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാതെ അവൾ അതിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ആ വിഷമത്തെ അവനും ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇതേ സമയം അനിയനാണ് ഒരു 200 കോടി ഡൊണേഷൻ ചെയ്തിട്ട് ഇവന്റെ പേര് എന്താ ഇടാത്തതെന്ന് ആ ന്യൂസ് പേപ്പർ കമ്പനിയോട് ചോദ്യം ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവൻ ആരും അറിയേണ്ടെന്ന് സീക്രട്ട് ആയിട്ട് ആ പൈസ കൊടുത്ത്. പക്ഷെ എന്നാലും ആ നാട്ടുകാർ അറിഞ്ഞാൽ ഇവനൊരു വില കിട്ടത്തുള്ളെന്ന് അവനൊരു ബിസിനസ് മൈൻഡ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഹെയ്നാണ് അവനൊരു ഒറ്റയുടെ അങ്ങ് ചുടുക്കും. കാരണം ഫാമിലി മീറ്റിംഗ് വെച്ച് ബഹുമാനമില്ലാതെ ഇവളുടെ ഭർത്താവിനെ എടാ പോടാന്നൊക്കെ വിളിച്ചതിന്. അങ്ങനെ ഇത് മേലെ ആവർത്തിക്കില്ലെന്ന് അവനെ പേടിപ്പിക്കുമ്പോഴാണ് അവനാണ് ഇവളെ കണ്ട് മൊത്തത്തിൽ പേടിച്ചു പോകും. അതിനുശേഷം അവൾ അവിടെ നടന്നു പോകുമ്പോഴാണ് സ്വന്തം ഭർത്താവിന് വില കൊടുക്കാത്ത ഇവള് തന്നെ എന്നിട്ട് അടിച്ച് പൊട്ടിക്കുന്നെന്ന് ഇവളോട് ചൂടാകും. പക്ഷെ അവൾ അതെല്ലാം കേൾക്കുമെന്ന് അറിഞ്ഞ ഉടനെ അവൻ വേറൊരു സൈക്കോ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നതാണ് പെട്ടെന്ന് അങ്ങ് വിഷയം മാറ്റും. അതിനുശേഷം ഇവിടെ ഇൻവോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവന്റെ കൂട്ടുകാരനായിട്ട് ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കൂട്ടുകാരനും എത്ര ലോയറിനെ വിളിച്ചാലും ആരും ഇവന്റെ ഡിവോഴ്സ് കേസിന് ലോയർ ആകുന്നില്ലെന്ന് പറയും. അങ്ങനെ ഇതൊക്കെ കേട്ട് അവനും കരഞ്ഞോണ്ട് എന്റെ ഡിവോഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ ഈ ലോകത്ത് ആരും ഇല്ലേന്ന് അവൻ അവിടെ നിന്ന് പൊട്ടിക്കരയും. കാരണം ഇവൻ കുറെ പ്രാവശ്യം ചെടിയിൽ ഇലയൊക്കെ പിച്ചെടുത്തിട്ട് ഡിവോഴ്സ് ആകുമില്ല എന്നൊക്കെ ചെയ്തു നോക്കും. പക്ഷെ അവസാനം വരെ ഇവന് ഡിവോഴ്സ് കിട്ടത്തില്ലെന്നാണ് ഇലയും കാണിക്കുന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവനും കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ ആ സമയത്ത് അവന്റെ വീട്ടിൽ നിന്ന് ഫോൺ വിളി വന്നാണ് ഇവന്റെ കൊച്ചിന് ഡൈപ്പർ വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ അതുകൊണ്ട് ഇവന് വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോഴാണ് ഇൻവു ആണ് അവന്റെ കൂടെ വരത്തില്ല. കാരണം അവനിപ്പോ വെള്ളം അടിച്ചിരിക്കുന്നുണ്ട്. അവൻ ഈ സമയത്ത് ഭയങ്കര ക്യൂട്ടാ. അങ്ങനെ ഇത് കണ്ടിട്ടാ അവള് കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനം എടുത്ത്. അങ്ങനെ അതും പറഞ്ഞ അവൻ ഇപ്പൊ ക്യൂട്ടായിട്ട് അവളുടെ ഫ്രണ്ടിൽ ചെന്നിന്ന പിന്നെ ഒരിക്കലും ഡിവോഴ്സ് കിട്ടത്തില്ലെന്ന് അവൻ കൂട്ടുകാരനോട് പറയും. പക്ഷെ അവനാണ് അത്യാവശ്യമായിട്ട് ഡൈപ്പർ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഈ കാര്യം ഇവനോട് എടുത്ത് പറയുമ്പോഴാണ് ഇൻവും ദേഷ്യത്തി നീ പോയി നിന്റെ ഡൈപ്പർ വാങ്ങിക്കടാ വട്ടിന്ന് അവനെ അടിച്ച് പറഞ്ഞയക്കും. കാരണം ഇവൻ വീട്ടിൽ ഒറ്റയ്ക്കല്ല പോകുന്ന, ഇവനെ ഫോളോ ചെയ്യാൻ വേണ്ടി എപ്പോഴും ഇവന്റെ കൂടെ രണ്ടുപേര് കറങ്ങിക്കൊണ്ടിരിക്കും. അതല്ല അവളുടെ ഫാമിലിയുടെ ആൾക്കാരാ. അങ്ങനെ അതും പറഞ്ഞവൻ ഇവൻ എവിടെ പോയാലും സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ അവിടെ നിന്ന് പറഞ്ഞയക്കും. അങ്ങനെ പാട്ടും പാടിക്കൊണ്ട് ഇവൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്മാരും പുറകെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരും. ഇത് കണ്ട് ഇവനും ദേഷ്യത്തി വീടെത്തി ഇനിയെങ്കിലും പോയി തരാമെന്ന് പറഞ്ഞ് അവന്മാരെ അവിടെ നിന്ന് പറഞ്ഞയക്കും. പക്ഷെ അവന്മാർക്ക് തിരിച്ചു പോകാൻ സ്ഥലമൊന്നും കാണത്തില്ല. അതുകൊണ്ട് അവിടുത്തെ കാട്ടിലേക്ക് കയറി ഇവൻ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ് അവനെ സ്പൈ ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ ഹെയ്നാണ് ഇന്ന് രാവിലെ ഇവർ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കുറെ റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്നാണ്. അങ്ങനെ ആ ഫോട്ടോസ് ഒക്കെ അവളുടെ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ആ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് അവനോടൊന്ന് സംസാരിക്കണം തോന്നും. അതേസമയം ഇവന് ഡ്രിങ്ക് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവൻ അതേപോലെ അവളുടെ റൂമിന്റെ പുറത്തായിരിക്കും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ രണ്ടുപേരും ആ ഡോർ ഓപ്പൺ ചെയ്യാതെ അവിടെ തന്നെ നിൽക്കും. അതിനുശേഷം ഇവനും തിരിച്ച് അവന്റെ റൂമിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അതോടെ നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. സോ ഇനി വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ആർക്കാ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് താഴെ കമന്റിൽ പറയുക. ഹീറോയുടെ സൈഡാണോ അല്ലെ ഹീറോയിന്റെ സൈഡാണോ എന്ന്. These